അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 22-ാമത്തെ അധ്യായം 9-ാമത്തെ ശ്ലോകം മുതൽ 17 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സാദരം സമർപ്പിക്കുന്നു. സവിഷ്ടരം ചാപമനീയമർഘ്യം വസ്ത്രദ്വയം ഗാമധകുണ്ഡലേ ദ്വേ സമർപ്യ തസ്മൈ വിധിവൻ നരേന്ദ്ര ഐച്ഛൽ സുതാദാനമഹീന സത്വാ. സോപ്യഗ്രഹീൽ സർവമദീനചേതാ ശശാമചിന്താധ മനോരമായാം കന്യാം സുകേശീം നിധികന്യകാസമാം മേനേ തദാത്മാനമനുത്തമം ച. സുപൂജിതം ഭൂഷണവസ്ത്രദാനൈർ വരോത്തമം തം സചിവാസ്തദാനീം നിന്യുശ്ച തേ കൗതുകമണ്ഡപാന്തർ മുദാന്വിതാ വീതഭയാശ്ച സർവേ. സമാപ്തഭൂഷാം വിധിവത് വിധിജ്ഞാ സ്ത്രിയശ്ച താ രാജസുതാം സുയാനേ ആരോപ്യ നിന്നുർവരസന്നിധാനം ചതുഷ്കയുക്തേ കില മണ്ഡപേ വൈ. അഗ്നിം സമാധായ പുരോഹിത സാ ഹുത്വാ യഥാവച്ച തദാന്തരാളേ ആഹ്വായ യത്തൗ കൃതകൗതുകൗ തു
വധൂവരൗ പ്രേമയുതൗ നികാമം. ലാജാവിസർഗം വിധിവത് വിധായ കൃത്വാ ഹുതാശസ്യ പ്രദക്ഷിണാം ച തൗ ചക്രതുസ്തത്ര യഥോചിതം തൽ സർവം വിധാനം കുലഗോത്രജാതം. ശതദ്വയം ചാശ്വയുജാം രഥാനാം സുഭൂഷിതം ചാപി ശരൗഘസംയുതം ദദൗ നൃപേന്ദ്രസ്തു സുദർശനായ സുപൂജിതം പാരിബർഹം വിവാഹേ. മദോത്കടാൻ ഹേമവിഭൂഷിതാംശ്ച ഗജാൻ ഗിരേ ശൃംഗസമാനദേഹാൻ ശതം സപാദം നൃപസൂനവേസൗ ദദാവധ പ്രേമയുതോ നൃപേന്ദ്ര. ദാസീശതം കാഞ്ചനഭൂഷിതം ച കരേണുകാനാം ച ശതം സുചാരു സമർപ്പയാമാസ വരായ രാജാ വിവാഹകാലേ മുദിതോനുവേലം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 22-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ ശ്ലോകം മുതൽ 17 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ പാടി ഭാഷാഗാനമായി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സാദരം സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വിരിപ്പോടെ ഇരിപ്പിടം ആചമന ജലം അർഘ്യം വിശേഷമാം വസ്ത്രങ്ങളോ രണ്ടെണ്ണമൊപ്പം നല്ല പശു കുണ്ടലങ്ങൾ എന്നിവയെ കുമാരനായി നൽകി രാജൻ കന്യാദാനത്തിനായി ഒരുങ്ങി. വ്യാകുലതയില്ലാത്തവൻ ഇവയെല്ലാം സ്വീകരിച്ചു. വ്യാകുലതയില്ലാതായി മനോരമയ്ക്കും കുബേരന്റെ പുത്രീ സമം സുകേശിനിയാമവളെ കിട്ടിയതു ഭാഗ്യമായി അവൻ കരുതി. ഭൂഷണവും വിശേഷമാം വസ്ത്രങ്ങളും ധരിച്ചോരാ കുമാരനെ മന്ത്രിമാരും ആനയിച്ചല്ലോ. കൗതുകമേറും മണ്ഡപം തന്നിലേക്കായി മന്ദം മന്ദം അവരെല്ലാം സന്തുഷ്ടരും നിർഭയരും താൻ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. നല്ല പോലെ വേഷഭൂഷയണിയിക്കാൻ കഴിവുള്ള നാരിമാരോ കുമാരിയെ ഭംഗിയാം വണ്ണം അണിയിച്ചൊരുക്കിയല്ലോ. പല്ലക്കിലായി കേറ്റിയല്ലോ. ചതുഷ്കോണ മണ്ഡപത്തിങ്കലേക്കെത്തിച്ചു. അജ്ഞാധാനം നടത്തിനാൻ പുരോഹിതർ യഥാവിധി. അഗ്നിയിലായി ഹോമത്തെയും നടത്തി ഭാഗ്യം.
അനന്തരം അത്യധികം പ്രേമബദ്ധരാമവരെ അവിടേക്കു കൊണ്ടുവന്നു അച്ഛനമ്മമാർ. വിധി പോലെ രാജഹോമം നടത്തിനാൻ. അനന്തരം വധുവൊത്തുവരൻ പ്രദക്ഷിണവും ചെയ്തു. വേണ്ട പോലെ ഗോത്രത്തിനും കുലത്തിനും യോഗ്യമായ വിവിധമാം കർമ്മങ്ങളും നടത്തി രാജൻ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ശരങ്ങൾ സജ്ജീകരിച്ച നന്നായി അലങ്കരിച്ച ശതദ്വയം രഥങ്ങളെ സുബാഹുരാജൻ. ശങ്കാഹീനം അത്യധികം ആദരവോടവേ രാജൻ ശശികലാകാന്തനേകി സമ്മാനമായി. പർവതശൃംഗ സമാനം ശരീരമുള്ളവയാകും സ്വർണം കൊണ്ടു അലങ്കാരം നടത്തിയതാ. 125 മദഗജങ്ങളെ രാജൻ നല്ല സ്നേഹത്തോടെ രാജകുമാരനേകി. 100 ദാസി തങ്കക്കോപ്പോടു കൂടിയ പിടിയാന അത്ര തന്നെ കുമാരനായി നൽകിനൻ രാജൻ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയുടെ 278 ദിവസമാണ് ഇന്ന്. തൃതീയസ്കന്ധം 22 അധ്യായത്തിൽ 9 ശ്ലോകം മുതൽ 17 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ പ്രഭാഷണ രൂപത്തിൽ അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ അക്ഷരപുഷ്പാഞ്ജലിയായി സമർപ്പിക്കുന്നു. ഇവിടെ സുദർശനനെ ആ ശശികലയുമായിട്ടുള്ള വിവാഹത്തിനായിട്ട് കൊണ്ടുവരുന്നു, വേണ്ട പോലെ പൂജിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്നലെ ഈ അക്ഷരപൂജ സമർപ്പിച്ചത്. എന്നിട്ട് പറഞ്ഞു സവിഷ്ടരം ചാ ആചമനീയമർഘ്യം, നല്ല വിരിപ്പോടുകൂടിയ സവിഷ്ടരം, അതേപോലെ തന്നെ ചാചമനീയമർഘ്യം, ആചമനജലം, അർഘ്യം, ഇതൊക്കെ. പിന്നെ വസ്ത്രദ്വയം, 2 വസ്ത്രങ്ങൾ, ഒന്ന് ഉടുക്കാൻ മറ്റൊന്ന് ഉത്തരീയമായിട്ട് മേൽവസ്ത്രമായിട്ട് അണിയാൻ. വസ്ത്രദ്വയം ഗാമധ കുണ്ടലേ ദ്വേ
പിന്നെ എന്തു കൊടുത്തു? പശുവിനെ കൊടുത്തു. ഗാമധ കുണ്ടലേ ദ്വേ, 2 കുണ്ടലങ്ങൾ കാതിലിടാനായിട്ട്. സമർപ്യ തസ്മൈ വിധിവൻ നരേന്ദ്ര, വരനായിരിക്കുന്ന ആ സുദർശനന് ഐച്ഛൽ സുതാദാനമഹീന സത്വ, മഹാമനസ്കനായിരിക്കുന്ന രാജാവ് കന്യാദാനത്തിന് ഇതാ തയ്യാറായി എന്നും പറയുന്നു. സുതാദാനം, കന്യാദാനം, തൻ്റെ മകളെ സുദർശന് കൊടുക്കാൻ തീരുമാനിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സമ്മാനങ്ങൾ അല്ലെങ്കിൽ സമർപ്പണങ്ങളൊക്കെ ചെയ്തു. സോപ്യഗ്രഹീൽ സർവമദീന ചേത ശശാമ ചിന്താധ മനോരമായ കന്യാം സുകേശിം നിധികന്യകാസമാം മേനേ തദാത്മാനമനുത്തമം ച. അപ്പോൾ സുദർശനും ഒട്ടുമൊരു വ്യാകുലത ഉണ്ടായില്ല ഇതൊക്കെ ചെയ്യുമ്പോൾ എന്നാണ്. ഭഗവതിയുടെ രക്ഷ അത് ഉള്ളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് ആ രീതിയിൽ വ്യാകുലതയില്ലാതിരിക്കുന്നു സുദർശനൻ. എന്നാൽ വ്യാകുലത ഉണ്ടായിരുന്നു മനോരമയ്ക്ക്. പക്ഷേ തൻ്റെ പുത്രന് രാജകുമാരിയെ കൊടുക്കുവോ എന്ന് വിചാരിച്ചിരുന്ന ആ മനോരമയ്ക്കും മനസ്സ് ശാന്തമായി. ശശാമ ചിന്താധ മനോരമായ, കാരണം എന്താ? ആ സുന്ദരിയായ സുകേശീം നിധികന്യകാസമാം, നിധികന്യക കുബേരപുത്രി, അപ്പം അത്രയും ശ്രേഷ്ഠയായ ആ പെൺകുട്ടിയെ ലഭിച്ചത് മേനേ തദാത്മാനമനുത്തമം ച, അത് തൻ്റെ മകന് കിട്ടിയത് വലിയ ഭാഗ്യമാണ് എന്ന് ആ മനോരമയും അവളെ കിട്ടിയത് തൻ്റെ ഭാഗ്യമാണ് എന്ന് സുദർശനനും വിചാരിച്ചു എന്ന് പറയുന്നു. സുപൂജിതം ഭൂഷണവസ്ത്രദാനൈ വരോത്തമം തം സജീവാസ്തദാനിം നിന്യുശ്ച തേ കൗതുകമണ്ഡപാന്തർമുദാന്വിത വീതഭയാശ്ച സർവേ. ഇപ്പോൾ നല്ല ഭൂഷണങ്ങളും നല്ല ആഭരണങ്ങൾ, ഭൂഷണങ്ങൾ, പിന്നെ ആടയാഭരണങ്ങൾ, വസ്ത്രങ്ങളൊക്കെ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ഈ സുദർശനൻ അങ്ങനെ വരുമ്പോൾ ഉത്തമനായ വരോത്തമം തം സചിവാസ്തദാനിം, ഉത്തമനായ ആ വരനെ അപ്പോൾ മന്ത്രിമാര് നിന്യുഷ്ടത്തെ കൗതുകമണ്ഡപാന്തർമുദാന്വിത വീതഭയാശ്ച സർവേ, ആ കൗതുകം നിറഞ്ഞ ഏറ്റവും സുന്ദരമായിരിക്കുന്ന മണ്ഡപത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നു. അവരൊക്കെ തന്നെ സന്തോഷമുള്ളവരെ, മുദാന്വിത വീതഭയാശ്ച, ഭയം ഇല്ലാത്തവര്, നിർഭയരുമായിരുന്നു എന്ന് പറയുന്നു. സമാപ്തഭൂഷാം വിധിവത് വിധിജ്ഞ സ്ത്രീയശ്ച താരാജസുതാം സുയാനേ ആരോപ്യ നിന്നുർ വരസന്നിധാനം ചതുഷ്കയുക്തേ കില മണ്ഡപേ വൈ. വേണ്ടതുപോലെ ആ വേഷഭൂഷാദികളൊക്കെ അണിയിക്കാൻ കഴിവുള്ള അറിവുള്ള സ്ത്രീകൾ, ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ അല്ലേ ബ്യൂട്ടി പാർലറിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ട് ചെയ്യും. അതേപോലെ അന്നും ഈ കന്യകയെ, ശശികലയെ ഒരുക്കാൻ സ്ത്രീകളുണ്ട്. അവർ വന്ന് രാജകുമാരിയെ അണിയിച്ചൊരുക്കി ആരോപ്യ നിന്നുർവരസന്നിധാനം ചതുഷ്കയുക്തേ കില മണ്ഡപേ വൈ, ചതുഷ്കോണം അങ്ങനെയുള്ളൊരു മണ്ഡപമാണെന്നാണ്. അങ്ങനെയുള്ള മണ്ഡപത്തിലേക്ക്, 4 കോണുകളോടുകൂടിയ മണ്ഡപത്തിലേക്ക് പല്ലക്കിലേറ്റി ആ ശശികലയെ, ആ സുന്ദരിയെ, ആ സുമുഖിയായി ഭംഗിയായി വസ്ത്രാഭരണങ്ങളൊക്കെ ധരിച്ച ആ പെൺകുട്ടിയെ ആനയിച്ചു. അഗ്നിം സമാധായ പുരോഹിതസ, പുരോഹിതൻ അഗ്നി ആധാനം ചെയ്തു. ഹുത്വാ യഥാവച്ച തദന്തരാളെ, ആ യഥാവിധി ഹോമാദികളൊക്കെ ചെയ്തു. എന്നിട്ടോ ആഹ്വായത്തൗ കൃതകൗതുകൗതു വധൂവരൗ പ്രേമയുതൗ നികാമം. അത് കഴിഞ്ഞപ്പോൾ വളരെ കൗതുകത്തോടുകൂടി വലിയ പ്രേമയുക്തരായി നിൽക്കുന്ന, പ്രേമത്തോടുകൂടി നിൽക്കുന്ന വധൂവരന്മാരെ മണ്ഡപത്തിൻ്റെ നടുവിലേക്ക്, ആ മധ്യഭാഗത്ത്, അങ്ങനെയാണല്ലോ അല്ലേ, അവിടേക്ക് അച്ഛനമ്മമാരെ വിളിച്ച് വരുത്തി, അവിടെ നിർത്തി. ലാജാവിസർഗം വിധിവദ്വിധായ ഹുത്വ കൃത്വാഹുതാശസ്യ പ്രദക്ഷിണാം ച. ആദ്യം എന്താ, ആ ചടങ്ങിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ലാജഹോമം, മലരുഹോമം എന്ന് പറയും. ആ മലരുഹോമമൊക്കെ വേണ്ടതുപോലെ ചെയ്തു. പിന്നെ അതേപോലെ തന്നെ കൃത്വാഹുതാശസ്യ പ്രദക്ഷിണാം ച, ഹുതാശൻ
ആ അഗ്നികുണ്ഡത്തിന് ചുറ്റും വരൻ വധുവിൻ്റെ വലതു കൈ പിടിച്ച് പ്രദക്ഷിണം ചെയ്തു. തൗ ചക്രതുസ്തത്ര യഥോചിതം തൽ സർവം വിധാനം കുലഗോത്രജാതം. ആ ഗോത്രത്തിനും കുലത്തിനും ഉചിതമായിരിക്കുന്ന ചേർന്നതായിട്ടുള്ള വിധികളെ, പ്രവൃത്തികളെ, ആ ചടങ്ങുകൾ അവിടെ നടന്നു. ശതദ്വയം. പിന്നെയോ ചാശ്വയുജാം രഥാനാം സുഭൂഷിതം ചാപി ശരൗഘസംയുതം ദദൗ നൃപേന്ദ്രസ്തു സുദർശനായ സുപൂജിതം പാരിബർഹം വിവാഹേ. പാരിബർഹം, ആ പെൺകുട്ടിയുടെ കൂടെ സ്ത്രീധനമായിട്ട് എന്തു കൊടുത്തു എന്നാ പറയണത്? ശരങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ള, നന്നായി അലങ്കരിച്ചിട്ടുള്ള, കുതിരകളെ ബന്ധിച്ചിട്ടുള്ള ശതദ്വയം രഥാനാം 200 രഥങ്ങൾ ദദൗ നൃപേന്ദ്രസ്തു സുദർശനായ, കാശീപതിയായ നൃപേന്ദ്രൻ, ആ സുബാഹു സുദർശനന് വളരെ ആദരവോടുകൂടി സുപൂജിതം പാരിബർഹം വിവാഹേ, സുദർശന് വിവാഹ സമ്മാനമായിട്ട് നൽകി. പിന്നെ മദോത്കടാൻ ഹേമവിഭൂഷിതാംശ്ച ഗജാൻ ഗിരേശൃംഗസമാനദേഹാൻ. ഗിരേശൃംഗസമാനദേഹാൻ, പർവ്വതത്തിൻ്റെ കൊടുമുടി പോലെയുള്ള ദേഹം, അത്രയും വലിപ്പവും ഉയരവുമുള്ള ശരീരമുള്ള, സ്വർണം കൊണ്ട് അലങ്കരിച്ച ഗജാൻ, ആ ആനകളെ കൊടുത്തു. ശതം സപാദം നൃപസൂനവേ സൗ, 100 പിന്നെ അതിൻ്റെ ഒരു കാൽഭാഗവും. അപ്പം എത്രയായി? 125 മദഗജങ്ങളെ ദദാവധ പ്രേമയുതോ നൃപേന്ദ്ര, രാജാവ് സുദർശന് നൽകി. ദാസീശതം, 100 ദാസിമാര്. കാഞ്ചനഭൂഷിതം ച കരേണുകാനാം ച ശതം സുചാരു, നല്ല തങ്കക്കോപ്പുകൾ അണിഞ്ഞ 100 പിടിയാനകൾ. സമർപ്പയാമാസവരായ രാജാ വിവാഹകാലേ മുദിതോനുവേലം. വർദ്ധിച്ച വളരെ സന്തോഷത്തോടുകൂടി രാജാവ് വിവാഹ സമയത്ത് വരന് സമർപ്പിച്ചു എന്ന് പറയുന്ന 17ാമത്തെ ശ്ലോകത്തോടുകൂടി ഇന്ന് നമുക്ക് അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കാം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായേ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു.
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ. തമസോ മാ ജ്യോതിർഗമയ. മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.